ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വെൽക്കം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. Oh God! You again? വീണ്ടും നിങ്ങളോ? യെസ് ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. ചില കളികൾ കളിക്കാനും ചിലത് കളിച്ച് പഠിപ്പിക്കാനും. അല്ല, ഇത് കളിക്കാനല്ലോ, ട്രോളാനല്ലേ. യെസ് ഗൈസ്, ട്രോളാനും ട്രോളി കാണിക്കാനും. മണി മണി മണി, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ അവോയ്ഡ്. ബട്ട് ജിൻജ ലൈക്സ് മണി, ഹി കാണ്ട് അവോയ്ഡ്. ഗൈസ്, ജിൻജ എന്നും ഡയമണ്ട് ഭ്രാന്തനാണെന്ന് നമുക്കറിയാം. ഷോപ്പ് ഇൻട്രസ്റ്റിലേക്ക് വരാത്ത സ്ഥിതിക്ക് ഡയമണ്ട് മൈൻ ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് ജിൻജ 4-5 മണിക്കൂർ ലൈവ് ഇട്ട് ഡയമണ്ട് മൈനിങ് ഇപ്പൊ പരിപാടി. നമുക്കതങ്ങ് കണ്ടാലോ. ഡയമണ്ട് ആയിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും എന്നുള്ളതിന് മനസ്സിലായത്. അപ്പൊ തന്നെ പോയില്ലേ മാന്താൻ, ഈ ജാതി മാന്തലായിരുന്നു. ആൻഡ് ആവശ്യത്തിനുള്ള ഡയമണ്ട് കിട്ടിയെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ അനാവശ്യത്തിനായിട്ടുള്ളതും കിട്ടിയിട്ടില്ല. അല്ല, അപ്പൊ ഡയമണ്ട് കിട്ടിയില്ല ജിൻജെ. പുള്ളി അങ്ങോട്ടൊന്നും തുറന്ന് പറയുന്നില്ല ഗൈസ് എത്ര ഡയമണ്ട് കിട്ടിയും. ഇനി ആരെയും വന്ന് കടം ചോദിച്ചാലോ എന്ന് ഓർത്തിട്ടായിരിക്കും. അപ്പം നമുക്കത് വിട്ടേക്കാം. നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു മരം കണ്ടില്ലായിരുന്നു സ്പോണിൽ. ആ മരത്തിൻ്റെ കൂടെ ഒരു ബുക്കും ഉണ്ടായിരുന്നു. ആ ബുക്കിൽ എന്താ എഴുതിയെന്ന് നമുക്ക് മനസ്സിലായില്ലായിരുന്നല്ലോ. പക്ഷെ അത് ഡീകോഡ് ചെയ്യാൻ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അയാളെ ഡീകോഡ് ചെയ്യാൻ നമുക്കൊന്ന് കേട്ടാലോ. ഞാനെന്താ മനസ്സിലാക്കി വെച്ചാല് അവിടെ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ എഴുതിയതെന്താ വെച്ചാൽ റയൽ ചേംബർ പറഞ്ഞ സംഭവം ഉണ്ട്. റയൽ സംഭവം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതിൽ പോയി നമുക്ക് 5 കീസ് കിട്ടും. എനിക്ക് തോന്നുന്നു അവിടെ കൊണ്ട് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് തോന്നുന്നത്. അതിൽ എഴുതി വെച്ച പോലെ. അപ്പോൾ ആ 5 കീസ് ഇവിടെ വന്നിട്ട് പ്ലേസ് ചെയ്യണം. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഇവിടെ 5 ഈ ഇതെന്താ ഇതിന്റെ പേരെന്താ, ഐറ്റം ഫ്രെയിം. ഈ 5 ഐറ്റം ഫ്രെയിമിൽ 5 കീസ് കൊണ്ടുവന്നാൽ എന്തെങ്കിലും നടക്കുമെന്നാണ് തോന്നുന്നത്. എന്തൊരു നടക്കും, അതാണ്. അതെ. മറ്റേ ക്ലൂ ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് അവർ പറഞ്ഞ ബ്ലോക്ക്. 2 ദ്രാവകം തട്ടാൻ നേരത്തുണ്ടാവുന്ന ബ്ലോക്ക്. ഓ, ആ പോവേണ്ടടത്തേക്ക് പോകണമെങ്കിൽ ആ ട്രയൽ കളിച്ച് 5 കീ കൊണ്ടുവരണം. അപ്പോൾ എന്നാൽ പിന്നെ കളിച്ചേക്കാമെന്ന് വെച്ച് ATGയും പിള്ളേരും കൂടെ ട്രയൽ കളിക്കാൻ വേണ്ടി പോയി. അത് നമുക്ക് നോക്കിയാലോ. കൈ വെച്ചേക്കണം. വേണ്ട, എനിക്ക് സോഡ വാക്ക്. നമ്മളെ വിളിച്ചു വേണ്ടി ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വരുന്നവരെല്ലാം ഇവനൊക്കെ വെട്ടിക്കൊല്ലാൻ പറ്റുമോ? എന്നെ ആൾറെഡി അടിച്ചു ഇറങ്ങി താഴെ കയറ്റി. ഒരുത്തനെ ഞാൻ കൊന്ന്. ഈ വെള്ളം ഓഫ് ചെയ്യണം. വെള്ളം ഭയങ്കര ശല്യം. വെള്ളം എവിടെ കയറി ഓഫ് ചെയ്യുന്നത്? ഞാൻ കയറി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. ഞാൻ വേണ്ട. നമുക്കാരെയും പേടിയില്ല എന്ന് പറഞ്ഞ് ATG പോയിട്ട് ATG 10 വട്ടം ചാവുന്നത് മാത്രം നമ്മൾ കണ്ടേ. ആകെ ഏലിയനായ അൾട്രോൺ മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്താണോ എന്തോ, ഏലിയൻ ആയതുകൊണ്ട് എല്ലാവർക്കും പേടിയാന്ന് തോന്നുന്നു. ശേഷം ATGയും കൂട്ടാളികളും ആ താക്കോല് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ താക്കോല് വെക്കേണ്ട സ്ഥലത്ത് വെക്കുകയും ചെയ്തു. ആ ക്ലിപ്പ് നമുക്ക് കണ്ടാലോ. അല്ലെങ്കിൽ എല്ലാരും ഇവിടെ ഉണ്ടെങ്കിൽ, എല്ലാവരുടെയും പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഓണാക്കാം. നോക്കടാ, അങ്ങനെ നോക്കടാ. പിന്നെ അല്ല 5 കീ നമ്മൾ ഒപ്പിച്ച്. നിങ്ങൾ പോയാ എന്നാൽ ഞാനും പോവും. എനിക്കും ആ സ്ഥലം കാണണം. അവിടുന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അതും കൊണ്ടേ ഞാൻ വെക്കും. ഇത് പറഞ്ഞത് ഞാനല്ല, ജിൻജയും കൂട്ടാളികളും. ഇവർ പോയതിനു ശേഷം ട്രയൽ ചേമ്പറിൽ പോയായിരുന്നു. അത് നമുക്ക് കണ്ടാലോ. ആദ്യം ജിൻജ പേടിച്ച് മാറിയെങ്കിലും പിന്നെ ഫോമിലായി. ഒരുമിച്ച് കൂടിയിട്ട് തന്നെ 2 സെറ്റ് ട്രയൽ ചേമ്പർ തീർത്ത് 3 മെയ്സ് അല്ല 4 മെയ്സസും കിട്ടിയായിരുന്നു. ആ എക്സ്ട്രാ കിട്ടിയ സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന വേലയിൽ ബിഡ് ചെയ്ത് വിൽക്കാനായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, അവിടെയും ഡയമണ്ട് ഉണ്ടാക്കാനാണ് ജിൻജ നോക്കുന്നത്. ഇജാതി ബിസിനസ് മൈൻഡുള്ളൊരു പുള്ളി. എൻ്റെ ദൈവമേ. അന്നേരമാണ് നമ്മുടെ ജിൻജയും കൂട്ടാളികളും കരടിക്കുട്ടൻ്റെ കൊച്ചിനെ കണ്ടേ. ആരാന്നല്ലേ, ഇതാ നോക്ക്. എന്നെ വെറുതെ സത്യം നിന്റെ അമ്മേനെ അറിഞ്ഞോടാ.
എന്ത് ക്രൂരനല്ലേ ഈ കരടി. തൻ്റെ കൊച്ചിനെ കണ്ടിട്ടും ഒന്നും മൈൻഡാക്കാതെ അതിൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചു. എന്നതാ കരടി ഇത്, കൊച്ചല്ല എന്തൊക്കെ പറഞ്ഞാലും. യെസ് ഗൈസ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് കരടീനെ ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തിയത്. ആരാന്നും എന്താന്നും നിങ്ങൾക്കറിയണ്ടേ? അതൊരു കൊള്ളക്കാരൻ കൂടെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയണമെന്നില്ലേ അതാരാന്ന്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾക്ക് ഈ പോർട്ടൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞ ഒരു വേം ഹോൾ അവിടെ ക്രിയേറ്റ് ആവും. സോ ആ വേം ഹോൾ വഴി നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് പോകും, ആ ഒരു ഗ്രഹത്തിലോട്ട് പോയി അവിടെയുള്ള ആവശ്യമുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. എന്ത് പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ അതുവഴിയൊക്കെ പോകും, ഇതുവഴിയൊക്കെ വരും, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. ഇല്ല, സോഡ് കയ്യിലിരുന്നതാ. പേടിയായോ? റാബിറ്റ് ടെസ്റ്റ് കഴിച്ചോ? ഇതെനിക്ക് മറ്റേ മുട്ടേണ്ട കൊണ്ട് തന്നതാ. സോ നമ്മളിപ്പോ പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് നെതർ എന്നാണ്. നമ്മുടെ സൂര്യന്റെ തൊട്ടടുത്തായിട്ടുള്ള ഗ്രഹമാണത്. ഉപഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം സൂര്യന്റെ. സോ സൂര്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? യെസ്. അപ്പൊ ആ ഒരു വേൾഡില് നല്ല ചൂടായിരിക്കും, എപ്പോഴും നല്ല ചൂടായിരിക്കും. അപ്പോ നമുക്ക് അവിടെ പോകണമെങ്കിൽ ഒരുപാട് കടമ്പകളാണ് നമ്മളെ തേടി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പോകാനിരിക്കുന്നത് നെതർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, സൂര്യന്റെ തൊട്ടടുത്തായിട്ടുള്ള ഉപഗ്രഹമാണത്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ചൂടായിരിക്കും. മനസ്സിലായോ നിനക്ക്? അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗോൾഡ് ഉണ്ട്. ഞങ്ങൾ അതിനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഗോൾഡ്? കുറച്ച് ദിവസം ഗോൾഡ് മാത്രമല്ല പറയണത്. ഇവിടെ ആരെങ്കിലും ഉണ്ട്? നീ വീണ്ടും ചോദിക്കണം. ഇവിടെ ആരുമില്ല. നിന്നോട് ഞാനൊരു നിന്നോട് ഞാനൊരു രഹസ്യം പറയട്ടെ. സോഡെന്തിനാ പറഞ്ഞു? പറയില്ല. എന്താ? പേടിയാവുന്നുണ്ടോ നിനക്ക്? അതകത്ത് വെച്ചാൽ ഉണ്ടാവത്തില്ല. ഈ കാര്യം നീ വേറൊരാളോട് പറയുമെങ്കിൽ അവസാനമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്. ഞാൻ എവിടെ നിന്ന് എന്താണ് ഞാൻ എന്നുള്ള കാര്യം നിനക്കറിയാമോ? ഇല്ല. ഇവിടെ വന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബോംബ് ഹോൾ ക്രിയേറ്റ് ചെയ്ത് മറ്റൊരു വേൾഡിലേക്ക് പോവുമായിരുന്നു. ആ സമയം എന്റെ ഷിപ്പിന് എന്തോ തകരാറ് വീണ ഞാൻ ഈ വേൾഡിലേക്ക് വന്ന് വീണത്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്റെ ഷിപ്പ് എനിക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ അവിടെ അനുഭവിച്ചിട്ടുള്ള അതേ സെയിം കാര്യങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അനുഭവിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ രഹസ്യം നീ വേറൊരാളോട് പറയുമെങ്കിൽ നിന്റെ തല എന്റെയിലിരിക്കും. ആണ്ട, ഒരാളെ മാത്രമല്ല ഭീഷണിപ്പെടുത്തി, വേറൊരാളെയും ഭീഷണിപ്പെടുത്തി. ആരെയാന്നല്ലേ? ഇതാ നോക്ക്. ഇപ്പൊ ഒരാളും കൂടെ ആയില്ലേ? ഈ കഥ വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആരായാലും നിങ്ങൾ രണ്ടുപേരും മാത്രമേ എന്റെ ഇപ്പൊ ബാക്ക് സ്റ്റോറി അറിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഇത് വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയത്തില്ലാത്ത നമ്മുടെ കരടിക്കുട്ടൻ ഇത് നേരെ ചെന്ന് നമ്മുടെ മൊട്ടത്തലയനോട് പറഞ്ഞു. മൊട്ടത്തലയനോട് പറയുന്ന ആ രംഗം നമുക്കൊന്ന് നോക്കിയാലോ? കത്തി വെച്ചിട്ടാണ് അവൻ പറഞ്ഞത്. അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണെന്നല്ലേ? അതെ. പക്ഷെ അവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അവൻ ഇല്ലല്ലോ ഇവിടെ ഒന്നും. അവനെ കണ്ടായിരുന്നു? ഇല്ലല്ലോ. അതായത് അവൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു പൈററ്റാണ്. അവൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഗോൾഡ് എല്ലാം എടുത്തോണ്ട് പോകാനാണ്. അവൻ എൻ്റെ അടുത്ത് ഇന്നലെ അവിടെ ബോട്ട് ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തല്ലോ. അപ്പം പൈററ്റ് ഷിപ്പാണ് അവ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഒന്ന് തേഞ്ഞ് ഒരു കണ്ണ് വെക്കണത് എപ്പോഴും നല്ലതാ. തേമേറ്റ അവസാനം പ്രശ്നം ഉണ്ടാവാൻ നേരത്തെ എല്ലാവരും കൂടെ എന്നെ പിടിച്ചു കൊടുക്കുമല്ലോ. ഞാനാണ് അവൻ്റെ അടുത്ത് ഷിപ്പ് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞെന്നും പറഞ്ഞ് തീരുമാനാവൂന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പൈററ്റ് ഷിപ്പ് നമുക്ക് കണ്ടാലോ? ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ നോക്കിക്കോ.
നിന്റെ ഷിപ്പ് ഉണ്ടാക്കിയോ? എന്നാ മത്സ്യത്തൊഴിലാളിയായ ഞാൻ എൻ്റെ ഷിപ്പ് ഉണ്ടാക്കൂടാ. ഇത് പറഞ്ഞ ഞാനല്ല, വേറെ ഒരാളാ. ആരാന്നല്ലേ? ഇതാ കണ്ടു. എനിക്കുണ്ടല്ലോ ആ കപ്പൽ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയല്ലോ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇതോ എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് സാധനങ്ങളൊന്നും ഇല്ല. അത് പോയി വെട്ടാം. അപ്പോൾ ഒരു ചെറിയ ടൈം ലാപ്സിലേക്ക് നമുക്ക് കടന്നിട്ടേ കപ്പലിൻ്റെ പണി തീരുവാണെങ്കിൽ കാണാം. ഓക്കെ. അല്ല, വെയിറ്റ്, അതിനെന്നാത്തിന് ഈ കാട് മൊത്തം വെട്ടിത്തെളിക്കുന്നേ? ഇത് ജിഞ്ച മാത്രമല്ല ചെയ്തേ, വേറൊരാളും ചെയ്തു. ആരാന്നല്ലേ? ഇതാ നോക്ക്. മിക്കവാറും ഈ കൊല്ലം കെമിക്സിൽ മരമൊന്നും ഇല്ലാതായി എല്ലാവരും ഓക്സിജന് വേണ്ടി തമ്മിത്തല്ലി ചാവാനാണ് സാധ്യത കൂടുതൽ. ആ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ജിഞ്ചേന് ഷിപ്പ് കാണാം. പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. ആ ഇടയ്ക്കാണ് കെമിക്സിലെ സ്വാമി തൻ്റേതായ ഒരു മാൻഷൻ പണിതുയർത്തിയത്. ഇയാൾ ശരിക്കും ഒരു സ്വാമിയാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മൊട്ടത്തലയനും കൂട്ടാളികളും ഇതിനുള്ള അന്വേഷണം തുടങ്ങി എന്നാണ് അറിയുന്നത്. കെമിക്സിൽ മാൻഷന് ശേഷം ഒരു വീട് പണി കണ്ടാലോ? എന്നാ ഇതാ നോക്കിക്കോ. കെമിക്സിൽ വീടും കൂടെ ഭക്ഷണത്തിനായി ഒരു ചെറിയ പാടശേഖരവും ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാന്നല്ലേ? ഇതാ നോക്കിക്കോ. വീട് പണികൾക്ക് ശേഷം നമുക്കൊരു പാലം പണി കണ്ടാലോ? എന്നാ ഇതാ പിടിച്ചോ. ഈ പാലം പണി കാണാൻ ഒരു കരടിയും കരടിയുടെ കൂടെ ഒരു കുതിരയും ഉണ്ടായിരുന്നു. പാലം പണിക്ക് ശേഷം ഇത് പണിത വാൻഡ്രസ് പാണ്ഡേനോട് നോക്കുകൂലി ചോദിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. താൻ പണിത പാലത്തിൻ്റെ കൂലി പോലും കിട്ടിയില്ലെന്നും കിട്ടിയാൽ അതിൽ നിന്ന് നോക്കുകൂലിയുടെ വിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് കരടിക്കുട്ടൻ അവിടെ നിന്ന് പോയത് എന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. ആ ഇടയ്ക്കാണ് അൾട്രോണും ജിഞ്ചയുമായി ഒരു ചെറിയ തല്ല് നടക്കുന്നത്. അത് ഏലിയനായ അൾട്രോണിൻ്റെ ചെറിയൊരു കടിയാന്നും വേണേൽ പറയാം. ആ അടി കണ്ടാലോ? ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. പറ്റുന്നവർ നിർത്തിക്കോ.
ഞാൻ എൻ്റെ ഒരു വാളുണ്ട്. വലത് മാറി ഇടത് മാറിയൊക്കെ പറ്റോ? അയ്യോ ഇവനെന്താ പറക്കാത്ത ഇവന്മാർക്ക് കൂട്ടിയണ്ട. ഇവൻ സ്വയം പറക്കുക. ഇതെന്താണ് ഇവൻ സ്വയം പറക്കുന്നല്ലോ. അപ്പൊ വെള്ളത്തില് ഇവൻ പറക്കത്തന്നെ ഉണ്ട്. നീ എറിയോടാ? നീ എറിയോടാ? ഇതെന്താ എനിക്ക് ഓടാൻ പറ്റാത്ത? എറിയോടാ നീ? നീ എറിയോടാ? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ വടി കൊടുത്ത് അടി വാങ്ങി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതാ ഇപ്പോൾ കണ്ടു. ഇതിനെല്ലാം ശേഷം അരുൺ ബ്രോയും കൂട്ടാളികളും നെതറിലേക്ക് യാത്രയായി. ഇത് കണ്ണാടിയാണോടാ? കണ്ണാടി ജനൽ അവരിട്ടേനെ. അമ്മ വെക്കണ്ട. അമ്പട ചിഞ്ചിഞ്ചാക്കടി. കത്തിച്ചപ്പോ ജനല് വന്നു കേട്ടാ. ഓക്കെ അവർ എങ്ങോട്ടാണ് പോയത്? അവർക്ക് എന്ത് സംഭവിച്ചു? അവർ ഇപ്പോഴും ജീവനോടെയുണ്ടോ? അവരെ മാക്കാച്ച് പിടിച്ചോ? അതോ ഭൂതമാണോ അവരെ അങ്ങോട്ട് ക്ഷണിച്ചത്? അവർക്ക് എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടിയോ? ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. വിട്ടോടാ.